ആലത്തൂർ BSS ഗുരുകുലം HSS കുട്ടികൾ എത്രയും പെട്ടെന്ന് വേദിയിലെത്തേണ്ടതാണ്. അങ്ങനെ കൗമാര കലാകിരീടം ശക്തന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. നീണ്ട കാൽ നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനു ശേഷം പത്മനാഭന്റെ അനന്തപുരിയിൽ നിന്നും ആ കിരീടം ഇന്ന് തൃശ്ശൂരിലെത്തും. ഇപ്പോൾ തൃശ്ശൂരിലെ കുട്ടികൾ ആ സ്വർണ്ണ കപ്പുമായി പോകുന്ന, ആഹ്ലാദാരവങ്ങളുമായി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 117 പവന്റെ സ്വർണ്ണ കപ്പുമായി ശക്തന്റെ കുട്ടികൾ മടങ്ങുകയാണ്. റിയാസ് KMR ഉണ്ട് അവിടെ വിവരങ്ങളുമായി, കാഴ്ചകളുമായി. റിയാസ്, എന്തെല്ലാമാണ് അവിടെ ഈ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളിൽ നിന്നുള്ള വാർത്തകൾ? പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഒരു പ്രതികരണം, ഈ ഒരു നേട്ടം എങ്ങനെയാണ്? കുട്ടികൾ ആവേശത്തോടുകൂടി വലം വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൃശ്ശൂരിന്റെ ടീം സ്വർണ്ണക്കപ്പും ഏന്തിക്കൊണ്ട് ഇതാ. തൃശ്ശൂരിൽ നിന്നാണോ? എങ്ങനെയാണ് ഈ നിമിഷത്തെ കാണുന്നത്? അതായത് 26 വർഷത്തിന് ശേഷമാണ് അല്ലേ? മുന്നിൽ മാഷ് കപ്പുമായിട്ട് പോകും. ഇങ്ങനെ ഈ സ്റ്റേഡിയം ഇങ്ങനെ ചുറ്റി കുട്ടികൾ കപ്പുമായി ചുറ്റുകയാണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. മാഷെ, ഈ സന്തോഷത്തെ ഞാനടക്കം തൃശ്ശൂർ ജില്ലയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. ഇവിടെ വന്നിട്ടുള്ള ടീം മാനേജേഴ്സ് ഞങ്ങള് തൃശ്ശൂർ ജില്ലയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഞാനടക്കമുള്ള ഭൂരിപക്ഷം ആളുകളും ഈ ട്രോഫി സന്തോഷത്തിലാണ്. സ്വർണ്ണക്കപ്പുമായി തൃശ്ശൂരിന്റെ കുട്ടികൾ, തൃശ്ശൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും അടക്കമുള്ളവർ സെൻട്രൽ സ്റ്റേഡിയത്തിനുള്ളിൽ ആ കപ്പുമേന്തിക്കൊണ്ട് വലം വെക്കുന്ന ദൃശ്യങ്ങളാണ്. അത്രയും പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം. ഒരു വർഷം മുഴുവൻ നീണ്ടുനിന്ന പരിശീലനത്തിന്റെയും നിരന്തരമുള്ള പ്രാക്ടീസിന്റെയും എല്ലാം ആ അവസാന നിമിഷത്തിലേക്കാണ് കുട്ടികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന്റെ ആഹ്ലാദമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്വർണ്ണ കപ്പുമേന്തി അവർ ആ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഴുവൻ വലം വെക്കുകയാണ്. ഒരു ഘോഷയാത്രയായി വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ആ സ്വർണ്ണക്കപ്പ് ഏന്തിക്കൊണ്ട് എല്ലാവരെയും കാണിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു, ശക്തന്റെ കുട്ടികളുടെ കയ്യിലിരിക്കുന്നു ആ സ്വർണ്ണക്കപ്പ്, കൗമാര കലാ കിരീടം എന്നത് എല്ലാവരെയും കാണിച്ചുകൊണ്ട് തന്നെ അവരിപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലം വെക്കുകയാണ്. റിയാസ് KMR ഉണ്ട് കുട്ടികളുടെ ഇടയിൽ തന്നെ. റിയാസ്, എന്താണ് അവിടുത്തെ ഒരു വൈബ്? അവർ വലിയ ആവശ്യത്തിലാണ് തൃശ്ശൂരുകാർ. പ്രത്യേകിച്ച് 26 വർഷങ്ങൾക്ക് ശേഷം ആ സ്വർണ്ണ കിരീടം തൃശ്ശൂരിന്റെ നേരത്തെ പറഞ്ഞ പോലെ സാംസ്കാരിക തലസ്ഥാന നഗരിയിലേക്ക് ഈ ഒരു സ്വർണ്ണ കിരീടം പോവുകയാണ്. അതിൻ്റെ ഒരു ആവേശമുണ്ട്. അവർ പ്രതികരിക്കുകയുണ്ടായി. ഞങ്ങളെല്ലാം വലിയ ആവേശത്തിലാണ് എന്ന് അവർ പറയുന്നു. ഈ ഒരു സ്വർണ്ണക്കപ്പ് ലഭിച്ചതിന്റെ സന്തോഷം അവരെ സംബന്ധിച്ചുണ്ട്. അത് അവർ പ്രകടിപ്പിക്കുകയാണ്. നേരത്തെ ഇവിടെ നിന്നും ഈ പവലിയനിൽ നിന്നും വളരെ തിക്കിത്തിരക്കാണ്. കാരണം ആ ഒരു ആവേശം
ജനങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. അവരിങ്ങനെ ആവേശത്തോടുകൂടി കടന്നു വരുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുട്ടികളെ സംബന്ധിച്ച് അവർ ഒരു പൊരുതി നേടിയ ഒരു വിജയം എന്ന് തന്നെ പറയാം. അവസാന മിനിറ്റിൽ ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായ വി വിൻസെന്റ് MLA അടക്കമുള്ളവർ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴിതാ കുട്ടികൾ ഇപ്പോൾ സ്കൂൾ തലത്തിൽ പാലക്കാട് BSSന്റെ കുട്ടികളാണ്. ഈ വിജയത്തെ ഇത് ഞങ്ങളുടെ തുടർച്ചയായുള്ള പ്രാക്ടീസാണ്. അതിന്റെ ഫലമാണ് ഇത് മൊത്തം കാണുന്നത്. നിങ്ങൾ പാലക്കാടിന് കിട്ടിയ നേട്ടം. രണ്ടാം സ്ഥാനത്ത് ഏറെ നിർണായകമായി നിങ്ങളുടെ പങ്ക്. രണ്ടാം സ്ഥാനത്ത് ഞങ്ങളെ തള്ളിയെങ്കിലും ഞങ്ങളുടെ സ്കൂളിന്റെ മികച്ച ഈ ഒരു നേട്ടം കൊയ്യാൻ BSSന്റെ പങ്ക് നിർണായകമായി. അതെ അതെ, ഞങ്ങൾ കുറച്ചുകൂടെ ഐറ്റംസ് ഞങ്ങൾ കപ്പ് തന്നെ സ്വർണ്ണക്കപ്പ് പാലക്കാട് കൊണ്ടുവന്നിട്ടുണ്ടാവുമായിരുന്നു. അതെ 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 അതെ, ഇങ്ങനെ ഇവര് വലിയ ആവേശത്തിലാണ് ഉള്ളത്. ആ ആവേശം അത് ഇങ്ങനെ നീളുകയാണ്. ആ ഒരു ഇപ്പോഴിതാ ഈ കുട്ടികൾ ഇങ്ങനെ വലം വെച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അവര് BSSന്റെ സ്കൂളിന്റെ പതാക ഏന്തിക്കൊണ്ടാണ് കുട്ടികൾ ഈ ഒരു മൈതാനിയിൽ സെൻട്രൽ സ്റ്റേഡിയം, തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിഥികളുടെ വണ്ടികൾക്ക് പോകാൻ പോലും പറ്റാത്ത വിധം, ഒരുപക്ഷെ മന്ത്രിമാരുടെ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാനാവാത്ത വിധം പോലീസുകാരടക്കം ഈ ഒരു ഗതാഗതം ക്രമീകരിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നു. അതാണ് ഈ ഒരു ആവേശം എന്ന് പറയുന്നത്. ഈ ഒരു സ്വർണ്ണ കപ്പ് ഏന്തിക്കൊണ്ടുള്ള ഈ ഒരു സെൻട്രൽ സ്റ്റേഡിയം വലം വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.